ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അയൺ ബോക്സ് ഇല്ലാതെ ഒരു സാരി എങ്ങനെ പ്ലീറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു കോട്ടൺ മഹേശ്വരി സിൽക്ക് സാരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. ഒരു മറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് ഈ സാരിയിൽ വരുന്നത്. അപ്പം ഞാൻ കുറച്ച് പിൻസും എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര പിന്ന് വേണമെങ്കിലും നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് യൂസ് ചെയ്യാം. ഞാനിവിടെ 3 പിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാരി തുറന്നിട്ട് റഫായിട്ട് അതൊന്ന് നമ്മൾ പ്ലീറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ മേലെ തന്നെ ജസ്റ്റ് ഒന്ന് വളരെ റഫായിട്ടാണ് പ്ലീറ്റ് ചെയ്യുന്നത്. പെർഫെക്റ്റായിട്ട് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം നിവി ഡ്രേപ്പ് ചെയ്യുന്ന പോലെ ചെയ്യുക. എന്നിട്ട് ബോഡിക്ക് ചുറ്റും ഒരു റൗണ്ട് ചുറ്റിയെടുത്തിട്ട് പല്ലുയുടെ ലെങ്ത്ത് നോക്കുക. ഞാനിവിടെ ഓപ്പൺ പല്ലു അല്ല, പ്ലീറ്റ് ചെയ്ത പല്ലു ആണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ പല്ലുടെ മേലെ കസവുള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പ്ലീറ്റ് എടുക്കാൻ. പക്ഷേ നമ്മളുടെ ഇന്നത്തെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ബോക്സ് ഇല്ലാതെ സാരി പ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്ലീറ്റ്, അതായത് പുറത്തോട്ട് നിൽക്കുന്ന ആദ്യത്തെ പ്ലീറ്റ് ഇച്ചിരി വലുതാക്കിയിട്ടും അകത്തേക്കുള്ള പ്ലീറ്റ്സ് കുറച്ച് ചെറുതാക്കിയിട്ടുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് കൈ വെച്ച് നന്നായിട്ട് ഡിഫൈൻ ചെയ്യണം. ഈ പാർട്ട് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. നമ്മളൊരു ഡോറിനിടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈറ്റുള്ള സ്ഥലത്തോ ക്ലിപ്പ് ചെയ്ത് വെച്ച് ചെയ്യുമ്പം ഇത്രയും ബുദ്ധിമുട്ട് വരില്ല. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല, ഞാൻ കൈ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഡിഫൈൻ ചെയ്തതിന് ശേഷം ഏറ്റവും അറ്റത്ത്, പല്ലുടെ ഏറ്റവും അറ്റത്ത് ഒരു പിന്ന് കുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രമാത്രം ലെങ്ത്ത് വേണമെന്ന് ഒന്നും കൂടെ മെഷർ ചെയ്തിട്ട് വീണ്ടും കൈവച്ച് തന്നെയാണ് പ്ലീറ്റ്സ് റെഡിയാക്കുന്നത്. അപ്പം ഈ ഒരു പോർഷൻ കുറച്ച് ടൈം എടുത്തു. എന്ന് വെച്ചാൽ ആ കസവ് ഇങ്ങനെ വടി പോലെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചൊരു ടൈമിൽ എനിക്കിത് തീർക്കാൻ പറ്റിയില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ. നമ്മൾ പ്ലീറ്റ് ചെയ്ത് വെക്കുന്നതല്ലേ, നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ചെയ്യുന്നതല്ല. നന്നായിട്ട് കൈ വെച്ച് തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം അയൺ ബോക്സ് ഇല്ലാത്തവർക്ക് ഇതൊരു നല്ല ഒരു മെത്തേഡായിരിക്കും. പക്ഷേ നമുക്ക് കുറച്ച് ക്ഷമ വേണം. സാരി എപ്പോഴും ഉടുക്കുന്നത് ക്ഷമയോടെ ഉടുത്തു കഴിഞ്ഞാൽ സാരി നല്ല ഭംഗിയായിട്ട് വരും. നമ്മൾ പെട്ടെന്ന് ഹറിബറിയായിട്ട് ഉടുത്തു കഴിഞ്ഞാൽ സാരി ഒട്ടും വൃത്തിയായിട്ട് കിടക്കില്ല. അപ്പോൾ സാരി ഉടുക്കുന്നവരും അല്ലെങ്കിൽ ഉടുക്കാൻ ആഗ്രഹമുള്ളവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ നന്നായിട്ട് ക്ഷമയോടെ ഈ ഒരു പ്രോസസ്സ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. അപ്പം എന്തിലും വലുത് ആ ഒരു പ്രാക്ടീസാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം സാരി ഉടുത്തതുപോലെയല്ല ഇപ്പം ഞാൻ സാരി ഉടുക്കുന്നത്. ഇപ്പം എനിക്ക് ഏത് ഉറക്കത്തിൽ വേണമെങ്കിലും എനിക്ക് സാരി കൊണ്ടു തന്നിട്ട് പെട്ടെന്ന് റെഡിയാവാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റും. പക്ഷെ ഒരു ബിഗിനറിന് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോഴും സാരി ഉടുക്കാൻ അറിയാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഇതെങ്ങനെയാണ് ഇത്രയും ഈസി ആയിട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതൊരിക്കലും ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സല്ല, പ്രാക്ടീസ് ഓവർ ദ പീരീഡ് ഓഫ് ടൈമിൽ വരുന്ന പ്രാക്ടീസ് കൊണ്ടാണ്. ഞാനിപ്പോൾ സാരിയുമായിട്ട് ഡീൽ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-25 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ബിക്കോസ് ചെറുതാവുമ്പോഴേ അമ്മ സാരി ഉടുക്കുന്നത് കണ്ടിട്ട് അമ്മയുടെ സാരികളൊക്കെ ഉടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സാരിയുടെ മെഷർമെൻറ്റ്സ് ഒക്കെ ഏകദേശം അറിയായിരുന്നു. പിന്നെ എനിക്ക് സാരി എന്ന് പറഞ്ഞൊരു കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ആ ഒരു ടെക്നീക്ക് പഠിക്കാനും ഒരു താല്പര്യമുള്ളത് കൊണ്ടാണ് എനിക്ക് സാരി ഉടുക്കുന്ന പ്രോസസ്സ് ഭയങ്കര ഈസി ആവുന്നത്. അപ്പം ഈ കഥയൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ പല്ലു ഓൾമോസ്റ്റ് പ്ലീറ്റ് ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തു. ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ ഒത്തിരി നീണ്ടു പോകും വീഡിയോ. ഞാൻ എൻ്റെ വീഡിയോസ് അധികം സ്പീഡാക്കാത്തതിൻ്റെ കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങൾ ബിഗിനേഴ്സ് ആരും വിചാരിക്കരുത് സാരി 2 മിനിറ്റ് കൊണ്ട് ഉടുത്തിട്ട് പോകാമെന്ന്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലീറ്റ്സ് ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി സ്പീഡാക്കാതെ ഞാൻ എൻ്റെ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ പല്ലു പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു പിന്ന്, അതിൻ്റെ എൻഡും എവിടെയാണോ എനിക്ക് പ്ലീറ്റ് നിർത്തേണ്ടത് ആ സ്ഥലവും കൂട്ടിയിട്ട് ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് 1, 2, 3 പിന്ന് വെച്ചിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളിനി താഴത്തെ പ്ലീറ്റ്സ് ആണ് എടുക്കുന്നത്. താഴത്തെ പ്ലീറ്റ്സ് എടുക്കുന്നത് വളരെ നോർമലായിട്ട്
എനിക്ക് ഇടത്ത് കൈ കൊണ്ട് പ്ലീറ്റ്സ് എടുക്കാനാണ് കൂടുതൽ വശം. അതുകൊണ്ട് എപ്പോഴും ഞാൻ സാരി പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കുറച്ച് പോർഷൻ എൻ്റെ വലത്ത് ഭാഗത്തേക്ക് നിൽക്കാറുണ്ട്. ബട്ട് വി ക്യാൻ വർക്ക് ഓൺ ദാറ്റ്. കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു പോർഷൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് കഴിഞ്ഞ് താഴത്തെ പ്ലീറ്റ്സിൻ്റെ എടുത്തു കഴിഞ്ഞിട്ട് അവിടെ മേലെ ഒരു പിന്ന് വെച്ച് ആ പ്ലീറ്റ്സും സെക്യൂർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ സാരി ഉടുത്തത് അഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ പല്ലു പ്ലീറ്റ് ചെയ്ത പോലെ തന്നെ താഴത്തെ പ്ലീറ്റ്സും കൈ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു വാതിലോ അല്ലെങ്കിൽ ഇതിനെ ഹാങ് ചെയ്ത് വെക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ പ്രോസസ്സ് കുറച്ചും കൂടി ഈസി ആവും. ഇനി അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ കൈ വെച്ച് തന്നെ ഇത് ഡിഫൈൻ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. കോട്ടൺ സാരിയാണ്, അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് ഭയങ്കര ഈസി ആയിരുന്നു. ചിലപ്പം വേറെ ഒതുങ്ങി നിൽക്കാത്ത മെറ്റീരിയൽ വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ സമയം എടുത്തേനെ. കോട്ടൺ സാരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ താഴത്തെ പ്ലീറ്റ്സ് എനിക്ക് ഡിഫൈൻ ചെയ്ത് എടുക്കാൻ പറ്റി. അപ്പോൾ ഞാനത് കൈ വെച്ച് നന്നായിട്ട് പ്ലീറ്റ്സ് ഡിഫൈൻ ചെയ്തെടുക്കുകയാണ്. ഇത് ഇപ്പം ഞാൻ ഇത്ര കൈ വെച്ച് അമർത്തിയെങ്കിലും ഇത് കുറച്ച് ഫ്ലഫി ആയിട്ടാണ് നിൽക്കുന്നത്. ബിക്കോസ് നമ്മളിത് അയൺ ചെയ്യുന്നില്ല. അയൺ ചെയ്യുമ്പോഴാണ് താഴത്തെ പ്ലീറ്റ്സ് ഒത്തിരി പതിഞ്ഞു പോകുന്നത്. പിന്നെ ഫ്ലഫി പ്ലീറ്റ്സ് പിന്ന് വെച്ചിട്ടൊക്കെയാണ് ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്നത്. അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് കൈ വെച്ച് നന്നായിട്ട് സാരിയുടെ പുറത്ത് കൂടെ തന്നെയാണ് ഡിഫൈൻ ചെയ്തെടുക്കുന്നത്. സാരിയുടെ അകത്തെ ഭാഗത്ത് കൂടെയല്ല ഡിഫൈൻ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ സാരി ഡ്രേപ്പിങ്, ഞാൻ പെട്ടെന്ന് പോയി കുറച്ച് മേക്കപ്പും ജ്വല്ലറിയൊക്കെ ഇട്ടിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പ്ലീറ്റ് ചെയ്ത് വെച്ച് സാരി ഡ്രേപ്പ് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കഷ്ണം ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നുണ്ടോ, അത് കാണിച്ചു തരാം എന്താ ചെയ്തത് ലാസ്റ്റെന്ന്. അപ്പോൾ നമ്മൾ പ്ലീറ്റ് ചെയ്ത് വെച്ച സാരി ഉടുക്കുകയാണ്. ഭയങ്കര ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകാനാണെങ്കിൽ ഈ ഒരു മെത്തേഡ്, അതായത് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനാണെങ്കിൽ നമുക്ക് വേഗം തന്നെ സാരി ഉടുക്കുന്ന ആ ഒരു പരിപാടി നമുക്ക് തീർത്ത് കളയാൻ പറ്റും. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ താഴത്തെ ആ പ്ലീറ്റിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം ഞാൻ വീണ്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെ താഴത്തെ പ്ലീറ്റിലേക്ക് തന്നെ ചേർത്തു. അതെൻ്റെ പ്രാക്ടീസ് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ആ സൈഡിലേക്ക് തന്നെ, അത് നമ്മുടെ വലത്തെ സൈഡിലേക്ക് തന്നെ ആ ഒരു പോർഷൻ, എക്സ്ട്രാ വരുന്ന പോർഷൻ ടക്ക് ഇൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമ്മൾ കൈ വെച്ച് പ്ലീറ്റ് ചെയ്ത സാരി ഡ്രിപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫുള്ളൊക്കെ കാണിച്ചു തരാം. ആക്ച്വലി ഈ സാരി ഓണക്കോടിയായിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഒരു വളരെ പേഴ്സണലായിട്ടുള്ള ഒരു റീസൺ കാരണം ഈ തവണ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ യൂട്യൂബ് എൻ്റെ ഒരു ഫുൾ ടൈം ജോബ് ആയതുകൊണ്ടാണ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടൈം കൂടെ പോവുകയാണ്. പക്ഷേ യു ഹാവ് ടു ഡു വാട്ട് യു ഹാവ് ടു ഡു. അപ്പോൾ ഇതാണ് ഒറിജിനൽ, അതായത് ഒറിജിനൽ ഫുൾ ലുക്ക് വരുന്നത്. പക്ഷേ ഈ സാരി എനിക്ക് കുറച്ചും കൂടെ സിംഗിൾ പ്ലീറ്റ് ആയിട്ട് ഇട്ടപ്പോഴാണ് ഇതിന് എനിക്ക് പേഴ്സണലി ഭംഗി തോന്നിയത്. നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സാരിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.